ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് പിന്നെ വേറെ മലയാളികൾക്ക് ഈ വെള്ളത്തിന്റെ ആവശ്യമില്ല. അവർ കൊണ്ടുപോയിട്ട് കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കട്ടെ. നാടൻ മണ്ണിനാണ്. അത് ശരിയാ. ഈ വെള്ളം വെള്ളം ലാഭിച്ചായിട്ടില്ലേ? ആരും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. ഇത് പണ്ട് മദ്രാസ് സംസ്ഥാനമായിട്ടിരുന്നപ്പോ ചെയ്തതാണ്. ഒരു പരിപാടി ഇല്ലാതെ. അപ്പൊ അവര് നല്ല കുറച്ചും കൂടി വെള്ളം അവർക്ക് അനുവദിക്കണം. അല്ല, കാരണം എന്ന് പറഞ്ഞാല് അവരാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. നമ്മ കൺസംഷൻ മാത്രമാണ് അല്ലല്ല, ഇതിനകത്ത് അധ്വാനിക്കുന്നവർക്ക് വെള്ളം കൊടുക്കണം. തീർച്ചയായിട്ടും അധ്വാനിക്കുന്നവർക്കാണ് കൊടുക്കേണ്ടത്. മറ്റു മടിയന്മാരായ ആള് നമ്മൾ 3 നേരം കുളിച്ച് പൗഡർ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് മൊബൈലും ചേർത്ത് നടന്നേരം വെള്ളം കൊടുക്കുന്നവർക്ക് പച്ചക്കറി കുറച്ച് ഫ്രീ ആയിട്ട്. ഞാൻ സത്യത്തിൽ ഈ വെള്ളത്തിനെതിരായിട്ട് ഏകാന്തന്മാരായ സ്ഥിതിയില് ഈ ഒരു ഇന്നസെന്റ് പറയുന്നുണ്ട്, നമ്മള് വെള്ളം മുറ്റി അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് അതിനെ എതിർക്കുന്നുണ്ട്. അപ്പൊ അയാളെ എതിർത്തിട്ട് അതിലത്തെ ഇയാള് അങ്ങനെ വന്ന തമിഴ്നാട് ഈ സഹായി പാർട്ടിക്കൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിനെതിരായിട്ട് പറയുന്നുണ്ട്, ഇനി മേലാൽ ഇത് ആവർത്തിക്കാൻ കൊള്ളാം. അപ്പൊ ഇന്നസെന്റ് മാപ്പിട്ട് പറയുന്നു, മുല്ലപ്പെരിയാർ കൊണ്ടോട്ടെ വെള്ളം പറയില്ല എന്ന് പറഞ്ഞ് ഏത്തമുടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസകരമായ സീൻ. അത് ശ്രീനിവാസൻ എഴുതിയതാണ്. ഈ വെള്ളത്തിന് ആദ്യം എതിർത്തിട്ട് ഒരു കഥാപാത്രം കൊണ്ട് മറ്റൊന്ന് തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ഭാഷ പറയുന്നത്. അപ്പോൾ തമിഴ്നാടും കർണാടകയിലും മറ്റ് സ്റ്റേറ്റിലെല്ലാം ഉൽപാദന കാര്യത്തിൽ നമ്മൾ കാണുന്ന വെച്ചാൽ നമ്മൾക്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് അതെ നമുക്ക് അതെ ഈ വെള്ളം ഒരിക്കലും അവര് മിസ്യൂസ് ചെയ്യുന്നില്ല. ഓരോ സ്ഥലങ്ങളിലായിട്ട് ഓരോ സ്ഥലത്തായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനുമായി ഈ അഗ്രികൾച്ചർ പർപ്പസുമായി കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യുന്ന വെച്ചാൽ പണ്ട് പഞ്ചാബിലെ പോലെ മൾട്ടി പർപ്പസ് തന്നെയാണ്. മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന് പറയാം. അങ്ങനെ വെള്ളം അവര് ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കുന്നില്ല. അതാണ് അവരുടെ തേക്കടിക്കാരാ ഒരു പ്രത്യേകത. ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകതയാണ്. മണ്ണ് എന്ന് പറഞ്ഞാല് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തങ്ങി സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല മണ്ണാണ്. കുറച്ച് പശി അയൺ കണ്ടന്റ് കൂടുതൽ, റെഡ് കളർ കാണുന്നില്ല മണ്ണിന്. നമ്മുടെ നാട്ടിൽ കുറേയൊക്കെ ആള് കൃഷി ഒഴിവാക്കിയതിന്റെ കാരണം അത് മറ്റേ മണല് മണ്ണാണ്, കൂടി മണ്ണ് എന്ന് പറയും. അതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിൽക്കൂല, അരിപ്പം മാതിരി താഴെ പോകും. പിന്നെ അസിഡിറ്റി കൂടുതൽ, പൊട്ടാഷിന്റെ കുറവ്, അതെല്ലാം അവിടെ ഉത്പാദനം കുറക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് എന്താ ഈ മടുപ്പുണ്ടാകും. പൈസ കൂടുതൽ ചെലവാക്കുക, ഇൻവെസ്റ്റ് ചെയ്താലും അതിൽ കിട്ടുന്നില്ല, ഉത്പാദനം കൂടുതൽ കിട്ടുന്നില്ല. അപ്പൊ മണ്ണിന് ഒരു പ്രധാന ഘടകമുണ്ട്. ശരിയാ, മണ്ണൊരു പ്രധാന കാര്യമാണ്. റെഡ് കളറ് ഇതില് സോയിലില് റെഡ് അയണിന്റെ കണ്ടന്റ് നല്ലോണമുണ്ട്. വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. വെള്ളം കുറച്ച് വെള്ളം കൊണ്ടുവന്നാൽ അത് നല്ല രീതിയിൽ നോക്കും. തീർച്ചയായിട്ടും ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ഫെർട്ടിലിറ്റി കൂടുതലുള്ള മണ്ണാണ്. മണ്ണ് പ്രധാന ഒരു ഘടകമാണ്. ശരിയാണ്. അങ്ങനെ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള നല്ല നല്ല കഥകൾ അപ്പുക്കുട്ടൻ ചേട്ടൻ്റെ ഇന്ന് പുറകിലുള്ള ഇവിടെ ചേട്ടൻ്റെ പേരെന്താ? ഭാസ്കരൻ ചേട്ടൻ്റെ ആ കഥകളൊക്കെ കേട്ട് ഞങ്ങൾ യാത്ര ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഭാസ്കരൻ ചേട്ടൻ. മുല്ലപ്പെരിയാറിനെ കുറിച്ച് നല്ല അറിവുള്ള മനുഷ്യനാണ്. ഭാസ്കരൻ ചേട്ടൻ ഒരു ഹായ് പറഞ്ഞേര്. മാഷാണോ? ഓക്കെ മാഷ ഒരു ഹായ് പറഞ്ഞേര്. ഹായ്